ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചിയുടെ വാക്ക് കേൾക്കാതെ അരുണിനെ വിവാഹം കഴിക്കുന്ന ദേവുവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ദേവു ചില സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളൊക്കെ അതുവഴി തിരിച്ചറിയുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സച്ചി ഒരിക്കലും ദേവുവിനെ അരുണിനെ കൊണ്ട് കല്യാണം കഴിക്കില്ല എന്നുള്ള ഉറച്ച വാശിയിലാണ്. സച്ചി സമ്മതിക്കാതെ ആ കല്യാണം നടത്തില്ല എന്ന് ലക്ഷ്മിയും തീരുമാനിക്കുന്നുണ്ട്. രേവതി ഒരു ഭാഗത്തുകൂടി സച്ചിയെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സച്ചി എവിടെ കേൾക്കാൻ? അതുപോലെ തന്നെയാണ് അരുണിൻ്റെ വീട്ടിലും. അരുണിൻ്റെ അമ്മയ്ക്കും എല്ലാവരോടും പോയി അപേക്ഷിച്ചൊക്കെ മതിയായി. കാരണം എല്ലാവരുടെ വീട്ടിലും പോയി അപേക്ഷിച്ചിട്ടും തനിക്ക് നാണക്കേടും അപമാനവും ഒക്കെയാണ് സഹിക്കേണ്ടി വന്നതെന്നൊക്കെ അമ്മ അരുണിനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ ഇനി ആ ദേവുവിനെ മറന്നേക്ക്, നമുക്ക് വേറൊരു നല്ല ആലോചന നോക്കാം, ഞാനിപ്പോൾ തന്നെ നിനക്ക് വേണ്ടി പെണ്ണാലോചിക്കാൻ തുടങ്ങുവാന്നൊക്കെ അരുണിൻ്റെ അമ്മ പറയുന്നുണ്ട്. അതും ഉറച്ച ഇതിലാണ് പറയുന്നത്. കാരണം അരുണിൻ്റെ ജീവിതത്തിൽ ഇനി ദേവു വേണ്ട, വേറൊരു കുട്ടിയെ കൊണ്ട് മാത്രമേ അരുണിനെ കല്യാണം കഴിപ്പിക്കുള്ളൂ എന്നുള്ള ഒറ്റ വാശിയിലാണ് അരുണിൻ്റെ അമ്മയും. അപ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. സച്ചിയാണെങ്കിൽ അവിടെ ദേവുവിന് ഒരുപാട് ആലോചനകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നല്ല നല്ല ആലോചനകളാണ് സച്ചി കൊണ്ടുവരുന്നത്. രണ്ട് വീട്ടുകാരും ഇരു കൂട്ടരെയും വേറെ കെട്ടിക്കാനുള്ള പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും ഇവർക്ക് പ്രഷർ കൂടുവാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അരുൺ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ രേവതിയെയും ദേവുവിനെയും കാണണം എന്ന് പറഞ്ഞ് ഒരു ഹോട്ടലിലോട്ട് വിളിപ്പിക്കുകയാണ്. അവിടെ വെച്ച് അരുൺ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ദേവു അല്ലാതെ വേറൊരു പെണ്ണുണ്ടാവില്ല രേവതി ചേച്ചി, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി വേറൊരു വിവാഹം നോക്കുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും ദേവുവിന് ഭയങ്കര ഷോക്കാവുകയാണ്. ദേവുവിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ട്. അപ്പോൾ അരുൺ പറയുന്നുണ്ട്, കണ്ടില്ലേ അവളുടെ കണ്ണ് നിറയുന്നത്, കണ്ടില്ലേ രേവതി ചേച്ചി, ഇതൊക്കെയാണോ നിങ്ങൾക്ക് കാണേണ്ടത്? അവൾക്കൊരിക്കലും എന്നെ മറക്കാൻ പറ്റത്തില്ല, ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതിക്കണം എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അരുണേ ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല, സച്ചിയേട്ടൻ്റെ എതിർപ്പ് കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അരുൺ പറയുവേ, ഇങ്ങനെ പോകുവാണെങ്കിൽ താമസിയാതെ ഞാൻ പറഞ്ഞില്ലേ എന്നെ വേറൊരു പെണ്ണിനെ കൊണ്ട് എൻ്റെ അമ്മയും ദേവുവിനെ വേറൊരു പയ്യനെ കൊണ്ട് സച്ചിയേട്ടനും കെട്ടിക്കും. പിന്നെ നമ്മുടെ ജീവിതം ഇഷ്ടമില്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളൊക്കെ ഞാൻ പറയാതെ തന്നെ ചേച്ചിക്ക് ഊഹിക്കാലോ എന്നൊക്കെ അരുൺ പറയുന്നുണ്ട്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം എന്നാണ് അരുൺ ഈ പറയുന്നത്? എന്നെക്കൊണ്ട് പറ്റാവുന്നത്ര ഞാൻ ഇതാക്കി നോക്കി, പക്ഷെ സച്ചിയേട്ടൻ കേൾക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ഇതിനി ഒറ്റ വഴിയേ ഉള്ളൂ ചേച്ചി, ഞാൻ ദേവുവിനെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോവാന്ന് പറയുമ്പോഴേക്കും ദേവുവിനും രേവതിക്കും ഭയങ്കര ഷോക്കാവുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, രജിസ്റ്റർ മാരേജോ? അതൊന്നും നടക്കില്ല എന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, നടക്കണം, അല്ലെങ്കിൽ എനിക്ക് ദേവുവിനെ എന്നെയും നഷ്ടപ്പെടും, ഞങ്ങളുടെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോഴേക്കും ദേവു ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അരുണെ ഇത് അരുണിൻ്റെ മാത്രം തീരുമാനമാണ്, ദേവു ഒരിക്കലും ഇതിനൊന്നും സമ്മതിക്കില്ല എന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ചേച്ചി അവളോടൊന്ന് ചോദിച്ചു നോക്ക്, അവളുടെ ഇഷ്ടം എന്താ ആരും കേൾക്കാത്തത്, അവളോട് ചോദിച്ചു നോക്ക്, അവൾക്ക് എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, ചേച്ചി സച്ചിയേട്ടനോട് പറ, എനിക്കൊരു വിവാഹം ഇനി നോക്കണ്ട, ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അരുണേട്ടനെ മാത്രമായിരിക്കും എന്നൊക്കെ ഉറപ്പിച്ച് തന്നെ പറയുവാണ്. അരുണേട്ടനെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ, രജിസ്റ്റർ മാരേജ് എങ്കിൽ രജിസ്റ്റർ മാരേജ്, എനിക്ക് അരുണേട്ടനെ വേണം എന്ന് ദേവുവും പറയുമ്പോഴേക്കും രേവതി ആകെ ഒരു തളർന്ന മാനസികാവസ്ഥയിലാവുകയാണ്. ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ചേച്ചിയോടെങ്കിലും ചേച്ചിയുടെ അനുഗ്രഹമെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയിട്ട് വേണം ഈ വിവാഹം നടത്താനെന്ന് ദേവുവിന് ഭയങ്കര ആഗ്രഹമുണ്ട്. ദേവുവിനെ പോലെ തന്നെ എനിക്കും കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരാളുടെ അനുഗ്രഹമെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം. ആരും അറിയില്ല ചേച്ചി പേടിക്കണ്ട, രഹസ്യമായിട്ടായിരിക്കും ഈ വിവാഹം നടത്തുക, ഞങ്ങളുടെ ഒരു ധൈര്യത്തിന് വേണ്ടിയാ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് കൂട്ടരെയും നഷ്ടപ്പെടും ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ രേവതിയുടെ കാല് പിടിച്ച് അപേക്ഷിക്കുവാണ്. ദേവുവും അതുപോലെ തന്നെ കരഞ്ഞ് രേവതിയോട് പറയുന്നുണ്ട്, ചേച്ചി ഒന്ന് സമ്മതിക്ക് ചേച്ചി, രജിസ്റ്റർ മാരേജ് എങ്കിൽ രജിസ്റ്റർ മാരേജ്, സച്ചിയേട്ടനോട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്നുള്ളൊരു ഭാവത്തിൽ തന്നെ ഇരുന്നോളാം, എന്നിരുന്നാലും ഭർത്താവെന്ന് പറയാൻ എനിക്ക് അരുണേട്ടൻ വേണം എന്ന് ദേവു പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ശരി നിങ്ങളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ എനിക്ക് സമ്മതമാണ്, കാരണം ഈ ദേവു ചെറുപ്പം മുതലേ ഞങ്ങളോടായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞിട്ടില്ല, ആദ്യമായിട്ടാണ് ഒരു കാര്യം പറയുന്നത്, അപ്പോൾ പിന്നെ അത് നടത്തി കൊടുക്കണം എന്ന് എനിക്കും ഒരാഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സച്ചേട്ടൻ്റെ എതിർപ്പ് കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെയൊക്കെ ആയിത്തീരാനാണ് വിധിയെങ്കിൽ ഞാൻ സമ്മതിക്കാം, പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, രജിസ്റ്റർ മാരേജ് ചെയ്യുന്നത് ഒരാളും അറിയാൻ പാടില്ല എന്നൊക്കെ പറയുവാണ്. അപ്പോൾ അരുൺ പറയുന്നുണ്ട്,
ചേച്ചി ഒരാളും അറിയില്ല. രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ദേവു നിങ്ങളുടെ വീട്ടിൽ തന്നെ നിൽക്കും, പഴയ ദേവുമായിട്ട് തന്നെ. ഞാൻ അവളെ എൻ്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോകാനൊന്നും നിൽക്കുന്നില്ല. ഇതൊക്കെ ഞങ്ങളുടെ കല്യാണം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ കൂടെ തന്നെ നമുക്ക് പിന്നീട് ഗംഭീരമായിട്ട് നടത്താം. കുറച്ച് സാവകാശം കിട്ടുമല്ലോ. ഇത് ഞങ്ങളുടെ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ്. ചേച്ചിയുടെ കൂടെ തന്നെ ദേവുവിനെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുപോകാം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്നാൽ ശരി, എല്ലാം റെഡിയാക്കിയിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ രജിസ്റ്റർ ഓഫീസിലോട്ട് വരാമെന്ന് പറയുവാണ്. അങ്ങനെ അരുണും ദേവുവും രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുവാണ്. രേവതിയും അതിന് കൂട്ടു നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ദിവസം വന്നെത്തുവാണ് ഇവരുടെ രജിസ്റ്റർ മാരേജ് ദിവസം. വളരെ ഗംഭീരമായിട്ട് തന്നെ ആ ഓഫീസിൽ വെച്ച് അരുൺ ദേവുവിനെ വിവാഹം ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ രജിസ്റ്റർ മാരേജ് കഴിയും. രേവതിക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം സച്ചി എങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൻ്റെ സ്ഥാനം എന്തായിരിക്കുമെന്ന് രേവതിക്ക് ഒരു പിടുത്തവുമില്ല. വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവും എന്നൊക്കെ ആലോചിച്ച് രേവതി ടെൻഷൻ അടിക്കുന്നുണ്ട്. അപ്പോൾ അരുണും ദേവും പറയുന്നുണ്ട്, ചേച്ചി വിഷമിക്കേണ്ട ചേച്ചി, ആരും ഇത് അറിയാൻ പോകുന്നില്ല, സച്ചിയേട്ടൻ ഒരിക്കലും അറിയില്ല, പോരെ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കല്യാണം കഴിഞ്ഞെങ്കിലും ഇവർ പഴയ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ദേവുവിൻ്റെ വീട്ടിലും അരുൺ അരുണിൻ്റെ വീട്ടിലും. അവിടെ അമ്മ അരുണിനായിട്ട് വിവാഹം ആലോചിക്കുമ്പോഴേക്കും അരുൺ ഉറപ്പിച്ച് തന്നെ വാശി പിടിച്ച് പറയുന്നുണ്ട്, അമ്മ എനിക്ക് വേണ്ടി ഇനി വിവാഹമൊന്നും നോക്കണ്ട, ഞാൻ ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അയാളെ തന്നെ ഞാൻ കെട്ടത്തുള്ളൂ എന്ന് ഉറച്ചു നിൽക്കുമ്പോഴേക്കും ഇവിടെ സച്ചി ആലോചനകളായിട്ട് കൊണ്ടുവരുമ്പോഴേക്കും ദേവു സച്ചിയുടെ മുഖത്തടിച്ച് പറയുന്നുണ്ട്, സച്ചിയേട്ടാ, എനിക്ക് ഇനി സച്ചിയേട്ടൻ കല്യാണമൊന്നും നോക്കണ്ട കാര്യമില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ അത് അരുണേട്ടൻ മാത്രമായിരിക്കും എന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് അത് ഭയങ്കര തിരിച്ചടിയാവുകയാണ്. കാരണം താൻ ജീവന തുല്യം സ്നേഹിച്ച, തൻ്റെ അനിയത്തിയായി കണ്ട് സ്നേഹിച്ച ദേവു ഇന്ന് തന്നോട് എതിർത്ത് സംസാരിച്ചിരിക്കുകയാണെന്നുള്ളത് സച്ചിക്ക് ഭയങ്കര കുറ്റബോധമൊക്കെ ഉണ്ടാക്കുവാണ്. അവസാനം സച്ചി ഭയങ്കര കള്ളൊക്കെ കുടിച്ച് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വീട്ടിൽ. ദേവു എൻ്റെ സ്വന്തം അനിയത്തിയായിരുന്നു, അവളാണ് എൻ്റെ അടുത്ത് ഇന്ന് ഇങ്ങനെയൊക്കെ ധിക്കാരം പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് സച്ചി പൊട്ടിക്കരയുന്നൊക്കെയുണ്ട്. രേവതി സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ ഇവർ വിവാഹം കഴിച്ച കാര്യം ആരും അറിയാതെ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കടന്നു പോകുന്നുണ്ട്. സച്ചിയും ഒന്നും അറിഞ്ഞിട്ടൊന്നുമില്ലേ. ദേവും സച്ചിയും തമ്മിൽ മിണ്ടാതെ ആയിട്ടുണ്ട്. സച്ചി വീണ്ടും ആലോചനകൾ കൊണ്ടുവരാൻ നോക്കുമ്പോഴേക്കും ദേവു ഒരു മാതിരിയായിട്ടാണ് സച്ചിയോട് പെരുമാറുന്നത്. സച്ചിയേട്ടാന്ന് വിളിക്കുന്നത് പോലും ഇല്ലാതായി ദേവു. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും സച്ചിക്ക് അത് ഭയങ്കര ഒരു സങ്കടം ഉണ്ടാക്കുവാണ്. കാരണം തന്നെ സ്നേഹിക്കാൻ ഒരു കുടുംബം ഉണ്ടായി എന്നുള്ളൊരു തോന്നലുണ്ടായത് രേവതിയെ കല്യാണം കഴിച്ചതിന് ശേഷമാണല്ലോ സച്ചിക്ക്. അതുകൊണ്ട് തന്നെ അവസാനം സച്ചി ആ തീരുമാനം എടുക്കുവാണ്. ദേവുവിൻ്റെ സന്തോഷമാണ് തൻ്റെ സന്തോഷം, ദേവുവിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അരുണായിട്ടുള്ള വിവാഹം നടക്കട്ടെ എന്ന് സച്ചി തീരുമാനിക്കുവാണ്. ആ വിവരം നമ്മുടെ ദേവുവിനോട് വന്ന് വീട്ടിൽ പറയുമ്പോഴേക്കും ആ വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. രേവതിയുടെ കണ്ണൊക്കെ നിറയുവാണ്. സന്തോഷമുണ്ട് രേവതിക്ക്, പക്ഷെ അതേസമയം തന്നെ കുറ്റബോധവും ഉണ്ട്. കാരണം ഈ സച്ചിയേട്ടൻ അറിയാതെയാണല്ലോ താൻ തൻ്റെ അനിയത്തിയുടെ കല്യാണം നടത്തി കൊടുത്തത് എന്നുള്ളൊരു കുറ്റബോധവും. അങ്ങനെ കല്യാണമൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ്. അരുണിൻ്റെ വീട്ടിൽ പോയിട്ട് ഇവർ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. സച്ചിക്ക് കുറച്ചൊരു മടിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ സച്ചി എന്തിരുന്നാൽ പോലും തൻ്റെ അനിയത്തിയുടെ ഒരു ആവശ്യമല്ലേ, അവളുടെ സന്തോഷമല്ലേ എന്നൊക്കെ കരുതി അരുണിൻ്റെ വീട്ടിൽ പോയി സംസാരിച്ച് ഈ ബന്ധം കല്യാണം അങ്ങോട്ട് ഉറപ്പിക്കുകയാണ്. അതിഗംഭീരമായിട്ട് നടത്താൻ തന്നെയാണ് സച്ചിയുടെ തീരുമാനം. സച്ചിയുടെ ഈ മാറ്റം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം ഒരിക്കലും സമ്മതിക്കില്ല എന്ന് വാശി പിടിച്ചിരുന്ന സച്ചി തന്നെ ഈ വിവാഹം നടത്താൻ മുമ്പിട്ട് ഇറങ്ങിയിരിക്കുന്നു. അങ്ങനെ കല്യാണ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. അരുൺ നല്ല സുന്ദരനായും ദേവു നല്ല സുന്ദരിയായും ഉടുത്തൊരുങ്ങിയൊക്കെ മണ്ഡപത്തിലോട്ട് എത്തിച്ചേരുന്നുണ്ട്. സച്ചി നല്ല തിരക്കിലാണ് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും സച്ചി നോക്കിയും കണ്ടും ചെയ്ത് നോക്കുന്നൊക്കെയുണ്ട്. കാരണം ദേവുവിൻ്റെ കല്യാണം അത്രയ്ക്ക് ആഘോഷമാക്കി നടത്താനാണ് സച്ചി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും ഓടി നടക്കുവാണ് സച്ചി. ഇങ്ങനെ നടക്കുമ്പോഴേക്കും ഒരു കൂട്ടം ആളുകൾ അവിടെ നിന്ന് സംസാരിക്കുന്നത് സച്ചിയുടെ ശ്രദ്ധയിൽപ്പെടുവാണ്. അത് വേറൊന്നുമല്ല, അതിലൊരാൾ പറയുന്നുണ്ട്, ഈ പോലീസുകാരനെ എനിക്ക് നേരത്തെ അറിയാം, ഇവൻ ഒരുമാതിരി സ്വഭാവ, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇവന് നല്ല പേരൊന്നും അല്ല എന്ന് പറയുമ്പോഴേക്കും കൂടിയുള്ള വേറൊരാൾ പറയുന്നുണ്ട്, അതെനിക്കും അറിയാം, ഇവനെ ഞാൻ ഒരു പ്രാവശ്യം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കണ്ടായിരുന്നു, ഇവൻ്റെ വിവാഹം ഒരു പ്രാവശ്യം കഴിഞ്ഞതാന്നൊക്കെ അവരുടെ സംസാരത്തിൽ നിന്നും സച്ചി മനസ്സിലാക്കുവാണ്. സച്ചിക്കത് ഭയങ്കര ഷോക്കാവുകയാണ്. അല്ലെങ്കിൽ തന്നെ അരുണിനെ പറ്റി നല്ല അഭിപ്രായമൊന്നും അല്ലല്ലോ സച്ചിക്ക്. അതിൻ്റെ ഇടയിൽ ഇവരിങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര എന്തൊക്കെയോ ആവുകയാണ്. കാരണം അരുൺ വേറെ വിവാഹം കഴിച്ചതാണെന്നോ, ഇവരെന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ സച്ചി ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. അപ്പോൾ അവർ കൂട്ടത്തിൽ നിന്ന് ഈ സച്ചിയെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല, അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അവർ വീണ്ടും പറയുന്നുണ്ട്, ഈ വിവരം ആ പെണ്ണിൻ്റെ വീട്ടുകാരെ അറിയിച്ച് ഈ കല്യാണം
നടക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, അയാൾ പോലീസുകാരനായി പോയില്ലേ. ഇല്ലാത്ത കേസൊക്കെ ഉണ്ടാക്കി നമ്മളെ പിടിച്ചകത്തിട്ടാലോ, എന്തെങ്കിലും ആവട്ടെ, പോലീസുകാർക്ക് എന്തോ ആവാലോ എന്നൊക്കെ അവർ പറയുമ്പോഴേക്കും സച്ചിയുടെ ക്ഷമയൊക്കെ നശിച്ച് അയാളോട് പോയി തട്ടിക്കയറുന്നുണ്ടേ. താൻ എന്താണ് ഈ പറഞ്ഞത്, അയാൾ വേറെ കല്യാണം കഴിച്ചതാണെന്നോ, ദേ ഒരാളെ പറ്റി അപവാദം പറയാൻ നിൽക്കരുതെന്ന് പറയുമ്പോഴേക്കും ഇയാൾ പറയുന്നുണ്ടേ, ഇല്ല ചേട്ടാ, സത്യമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആരാ ഇതൊക്കെ ചോദിക്കാമെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ അവളുടെ ചേട്ടനാ, കല്യാണ പെണ്ണിൻ്റെ ചേട്ടനാന്ന് പറയുമ്പോഴേക്കും ഇവർക്ക് ഈ പരദൂഷണം പറഞ്ഞവർക്കൊക്കെ ഭയങ്കര ഒരു ഇതാകുവാണ്. കാരണം അയ്യോ, ഇയാൾ ഇതെല്ലാം കേട്ടോ എന്നൊക്കെ ചിന്തിക്കുവാണേ. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ചേട്ടാ ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത്, ആ നിൽക്കുന്ന പോലീസുകാരൻ അരുൺ, അയാളെ ഞാൻ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് 2-3 മാസം മുമ്പേ കണ്ടായിരുന്നു. കൂടെ ഒരു പെണ്ണും ഉണ്ടായിരുന്നു. അതിഗംഭീരമായിട്ടാണ് അവർ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണമൊക്കെ നടത്തിയതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സച്ചിയോട്. സച്ചിക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാവാണ്. ഏതായാലും താലികെട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ, അതിനു മുമ്പ് ഈ കല്യാണം മുടക്കണം എന്നുള്ള ഉറച്ച തീരുമാനം എടുക്കുകയാണ് സച്ചി നേരെ ദേഷ്യം വന്ന് മണ്ഡപത്തിലോട്ട് പോകുന്നുണ്ടേ. എന്നിട്ട് അവിടെ വെച്ച് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. മതി രേവതി സന്തോഷിച്ചതൊക്കെ, ഈ കല്യാണം നടക്കില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും എല്ലാവർക്കും അവിടെ കൂടിയിരിക്കുന്നവർക്കൊക്കെ ഭയങ്കര ഷോക്കാവുകയാണ്. ലക്ഷ്മിയൊക്കെ ഭയങ്കര മനസ്സൊക്കെ ഇങ്ങനെ തകർന്നു പോകുന്നുണ്ട്. ഈ സച്ചി എന്തൊക്കെയാ പറയുന്നത്, കല്യാണ ദിവസം എത്തിയപ്പോൾ കല്യാണം നടക്കില്ലെന്നോ, എന്താ മോൻ ഈ പറയുന്നതെന്നൊക്കെ ലക്ഷ്മി ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതേ അമ്മേ, ഈ കല്യാണം നടക്കില്ല, ഞാൻ പറഞ്ഞില്ലേ ഈ അരുൺ അവൻ നല്ലവനല്ലെന്ന്, അവൻ നല്ലവനല്ല അമ്മയെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ എന്തൊക്കെയാ പറയുന്നത്, ഇത് തന്നെയല്ലേ സച്ചിയേട്ടൻ ഒരുപാട് നാൾക്ക് മുമ്പും പറഞ്ഞുകൊണ്ടിരുന്നത്, എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ ഇപ്പം കല്യാണത്തിന് സമ്മതിച്ചത്, ഇപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി അത് പറയുവാണേ, രേവതി ഇവൻ്റെ കല്യാണം കഴിഞ്ഞതാന്ന് പറയുവാണ്. അപ്പോഴേക്കും അരുണും ദേവും രേവതിയും വല്ലാതാവുകയാണ്. കാരണം അവർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്, അരുണിൻ്റെ കല്യാണം കഴിഞ്ഞതാ, കല്യാണം കഴിച്ചിരിക്കുന്നത് ദേവുവിനെയാണ്. പക്ഷേ അത് നമ്മുടെ സച്ചിക്ക് അറിയില്ലല്ലോ. സച്ചിയേട്ടൻ എന്തൊക്കെയായി പറയുന്നതെന്ന് രേവതി ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതേ രേവതി, ഈ അരുണിൻ്റെ കല്യാണം കഴിഞ്ഞതാ, രജിസ്റ്റർ ഓഫീസിൽ വെച്ചുള്ള ആളുകൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ രേവതി. അപ്പോഴേക്കും അരുണിൻ്റെ അമ്മ വന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്, ദേ സച്ചി, എൻ്റെ മോനെ പറ്റി വെറുതെ അനാവശ്യം പറയാൻ നിൽക്കരുത്, അവൻ്റെ കല്യാണം കഴിഞ്ഞതാണെങ്കിൽ ഞാൻ അറിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആ സച്ചി പറയുന്നുണ്ട്, നിങ്ങളറിയാതെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മകൻ ചെയ്യുന്നുണ്ട്, അതിലൊന്നാണ് ഈ കല്യാണം, നിങ്ങൾ ചോദിച്ചു നോക്ക് അവൻ്റെ കല്യാണം കഴിഞ്ഞതാണോ എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി. ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അരുണിനെ തല്ലുന്നൊക്കെയുണ്ട്, ഒരുപാട് തല്ലുന്നൊക്കെയുണ്ട്. ദേവും എല്ലാവരും കൂടി പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴും സച്ചി അതും ദേഷ്യം, കാരണം ദേവു സ്വന്തം അനിയത്തിയായിട്ടാണല്ലോ സച്ചി കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ദേഷ്യം മൊത്തം തീർക്കുവാണ്. നീ എൻ്റെ അനിയത്തിയുടെ ജീവിതം നശിപ്പിക്കാൻ വന്നതല്ലേടാ, ഒരു വിവാഹം കഴിഞ്ഞിട്ട് അത് മറച്ചു വെച്ച് നീ എൻ്റെ അനിയത്തിയെ കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്നു, നിനക്ക് എത്ര കല്യാണം കഴിക്കണോടാ നാണമില്ലാത്തവനെ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഒരുപാട് തല്ലുന്നൊക്കെയുണ്ട്. അപ്പോഴേക്കും അരുണിൻ്റെ കൂട്ടുകാരൊക്കെ ഇടയിൽ കയറുന്നുണ്ട്, നിർത്തണോ, മതി അവനെ തല്ലിയത്, അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഈ അരുണിൻ്റെ വിവാഹം കഴിഞ്ഞതാന്ന് പറയുമ്പോഴേക്കും സച്ചി ഇങ്ങനെ അരുണിൻ്റെ കോളറയിൽ നിന്നും പിടിപെട്ടിട്ട് പറയുന്നുണ്ട്, കേട്ടില്ലേ, എല്ലാവർക്കും മനസ്സിലായില്ലേ ഇവൻ്റെ കല്യാണം കഴിഞ്ഞതാണെന്ന്, അവരുടെ കൂട്ടുകാരുടെ വായിൽ നിന്ന് തന്നെ കേട്ടില്ലേ എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മിക്കൊക്കെ അത് ഭയങ്കര ഷോക്കാവാണ്. കാരണം ലക്ഷ്മിക്കൊന്നും അറിയില്ലല്ലോ അരുൺ കല്യാണം കഴിച്ചത് ദേവുവിനെയാണെന്ന്, വേറെ ഏതോ കുട്ടിയെ കല്യാണം കഴിച്ചു ഈ അരുണെന്ന് വിചാരിച്ചിട്ട് ലക്ഷ്മി ആകെ തകർന്നു പോവുകയാണ്. അവസാനം അരുണിനെ കുറേ ചീത്തയൊക്കെ ലക്ഷ്മിയുടെ വകയും കിട്ടുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട്, മതി ഇവനെ ചീത്ത പറഞ്ഞത്, ഇവൻ കല്യാണം കഴിച്ചത് നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഇവൻ കല്യാണം കഴിച്ചതാ, പക്ഷെ ആ കല്യാണം കഴിച്ചത് ആരെയാണെന്നറിയോ, ഈ നിൽക്കുന്ന ഈ പെണ്ണിനെ തന്നെയാ അരുൺ നേരത്തെയും കല്യാണം കഴിച്ചതെന്ന് പറയുമ്പോഴേക്കും അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഷോക്കാവുകയാണ്. സച്ചി പറയുന്നുണ്ട്, എന്താടാ നീ പറയുന്നത്, ഈ നിൽക്കുന്ന ദേവുവിനെ ഈ അരുൺ നേരത്തെ കല്യാണം കഴിച്ചിരുന്നു എന്നോ, ദേവുവാണ് അവൻ്റെ ആദ്യത്തെ ഭാര്യ എന്നോ. അപ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട്, അതെ, നിങ്ങളാരും സമ്മതിക്കാതെ വന്നപ്പോഴേക്കും ഈ അരുൺ ദേവുവിനെ രജിസ്റ്റർ മാരേജ് ചെയ്തായിരുന്നു, ആ കണ്ട കാഴ്ചയാണ് ഇവിടെ കൂടിയിരുന്ന ആരോ സച്ചിയേട്ടനിൽ എത്തിച്ചതെന്നൊക്കെ അവർ പറയുവാണ്. സച്ചിക്ക് ആകെ അങ്ങോട്ട് ദേഷ്യം വരുവാണ്. കാരണം തൻ്റെ അനുവാദം കിട്ടിയിട്ടേ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞിരുന്ന ദേവു താൻ അറിയാതെ കല്യാണം കഴിച്ചു എന്നൊക്കെ അറിയുമ്പോഴേക്കും ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുവാണ് ദേവുവിനെയും അരുണിനെയും. അപ്പോഴേക്കും അരുണിൻ്റെ കൂട്ടുകാർ പറയുന്നുണ്ട്, സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ചോദിച്ചു നോക്ക്, അന്ന് സാക്ഷിയായിട്ട് ഒപ്പിടാൻ നിങ്ങളുടെ ഭാര്യയും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് അതിൻ്റെ അപ്പുറത്തൊരു ഷോക്കാവാണ്. കാരണം തൻ്റെ ഭാര്യ, താൻ ഒന്നും മറച്ചു വെക്കാത്ത, രഹസ്യങ്ങളൊന്നും മറച്ചു വെക്കാത്ത തൻ്റെ ഭാര്യ താൻ അറിയാതെ തൻ്റെ അനിയത്തിയുടെ കല്യാണം നടത്തി കൊടുത്തിരിക്കുന്നു. സച്ചി ഒരുപാട് തല്ലുന്നൊക്കെയുണ്ട്. രേവതി, നീ എന്നോട് ഈ ചതി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല രേവതി, നിങ്ങൾ എല്ലാവരും കൂടി അപ്പോൾ ഇവരുടെ കല്യാണം നേരത്തെ നടത്തിയതാ, എന്നിട്ട് എന്നെ കോമാളിയാക്കാൻ വേണ്ടിയിട്ട് എന്തിനാ രേവതി ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയെന്നൊക്കെ പറഞ്ഞ് സച്ചി ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, മോനെ സച്ചി, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു, എടി മഹാപാപി, നീ എന്താടി കാണിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി ദേവുവിനെ തല്ലുന്നൊക്കെയുണ്ട്.
സച്ചി പറയുന്നുണ്ട് രേവതിയോടായിട്ട്, നീ ഏതായാലും ഇവരുടെ കല്യാണം ആരും അറിയാതെ ഒരു പ്രാവശ്യം നടത്തി കൊടുത്തില്ലേ, അപ്പോൾ ഈ കല്യാണവും നീ അങ്ങോട്ട് നടത്തി കൊടുത്തു രേവതി, ഞാൻ ഇവിടെ നിന്നും പോവാന്ന് പറയുമ്പോഴേക്കും രേവതി പൊട്ടിക്കാരനെ സോറിയൊക്കെ പറയുന്നുണ്ട് സച്ചിയോട്. സച്ചി അതൊന്നും ചെവിക്കൊള്ളുന്നില്ല. അവസാനം അരുണിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, എടാ അവസാനം നീ ജയിച്ചു അല്ലേ, ഞാൻ അറിയാതെ നീ ഇവളുടെ കഴുത്തിൽ താലി നേരത്തെ ചാർത്തിയായിരുന്നു, ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി അരുണിനോട് ചൂടാവുന്നുണ്ട്. അവിടെ വെച്ച് അരുണും നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമാകുമ്പോൾ ദേവു കയറി ഇടപെടുന്നുണ്ട്. മതി സച്ചിയേട്ടാ, ഇനി അരുണേട്ടനെ ഒന്നും പറഞ്ഞു പോകരുത്, അരുണേട്ടൻ ഇപ്പോൾ എൻ്റെ കഴുത്തിൽ താലി ചാർത്തിയ ഭർത്താവാ, എനിക്കിതൊന്നും കേട്ട് നിൽക്കാൻ സാധിക്കില്ല എന്ന് ദേവു പറയുമ്പോഴേക്കും സച്ചി ഒന്നുകൂടെ ആകെ തകർന്നു പോവാണേ. ശരി മോളെ, നിന്റെ വായിൽ നിന്നും കൂടി ഇത് കേൾക്കാനുണ്ടായിരുന്നു, ഞാൻ എന്നാ ഇവിടെ നിന്നും പോവാ. അപ്പോൾ രേവതി, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ ഈ കല്യാണം ഗംഭീരമാക്കി നടത്തിക്കോളൂ, ഈ കല്യാണത്തിന് ഇനി സച്ചി കൂടില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി ആ മണ്ഡപത്തിൽ നിന്നും കരഞ്ഞോണ്ട് ഇറങ്ങുവാണ്. അങ്ങനെ സച്ചി പോയെങ്കിലും ലക്ഷ്മിയും ബാക്കി എല്ലാവരും ഏതായാലും ഇവിടം വരെ എത്തിയില്ലേ, ഇനി ഈ കല്യാണം അങ്ങോട്ട് നടക്കട്ടെ എന്നുള്ളൊരു ഭാവത്തിൽ ദേവുവിൻ്റെ കല്യാണം നടത്തി കൊടുക്കുവാണ്. അങ്ങനെ കല്യാണമൊക്കെ കഴിയുവാണ് ദേവുവിൻ്റെ. സച്ചിയും രേവതിയും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. രേവതി തിരിച്ച് ചന്ദ്രോദയത്തിലോട്ട് പോകുമ്പോഴേക്കും സച്ചി ഒരുപാട് ചീത്ത പറയുന്നുണ്ട് രേവതിയെ. രേവതി ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും സച്ചി അതൊന്നും കേൾക്കുന്നില്ല. രണ്ടുപേരും തമ്മിൽ നല്ല മുട്ടൻ വഴക്കൊക്കെ നടക്കുന്നുണ്ട്. രവീന്ദ്രൻ കയറി ഇടപെട്ട് അതൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴും ഒന്നും നടക്കുന്നില്ലേ. അങ്ങനെ ആ വഴക്കുമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴേക്കും ഇവിടെ ഒരു ഭാഗത്ത് നമ്മുടെ ദേവും അരുണും കൂടി ഒരു ജീവിതം തുടങ്ങിയിരിക്കുകയാണല്ലോ. അങ്ങനെ ആ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ അരുൺ ഭയങ്കര സ്നേഹത്തോടെ തന്നെയാണ് നമ്മുടെ ദേവുവിനോട് പെരുമാറുന്നത്. തലയിൽ കയറ്റി വെച്ചാണ് ദേവുവിനെ നടത്തുന്നത്. ദേവുവിനെ ഒരുപാട് സ്ഥലത്ത് യാത്രകളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ദേവുവിന് ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദേവും ഭയങ്കര സന്തോഷത്തിലാണ്. താൻ ആഗ്രഹിച്ച ജീവിതം ഇതാണ്, ഇത്രയും നല്ല ഒരു മനുഷ്യനെയാണല്ലോ സച്ചിയേട്ടൻ എന്നെ കൊണ്ട് കെട്ടിക്കാതെ ഇരുന്നതെന്നൊക്കെ ദേവു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സച്ചിയോട് ദേഷ്യവും തോന്നുന്നുണ്ട്. കാരണം ഇത്രയും നല്ല മനുഷ്യനെ സച്ചിയേട്ടൻ ഇത്രയും നാളും കുറ്റം പറഞ്ഞ് നടന്നില്ലെന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് സന്തോഷമായി. തൻ്റെ ഈ സന്തോഷ ജീവിതത്തെ പറ്റി വീട്ടിലും പോയി ദേവു പറയുന്നുണ്ട്. അരുണേട്ടൻ എന്നെ കണ്ണിൻ്റെ ഉള്ളിലാണ് കൊണ്ട് നടക്കുന്നത്, എന്നോട് അത്രയ്ക്ക് സ്നേഹമാണ്, പൊന്നു പോലെ എന്നെ നോക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ലക്ഷ്മിക്കും സമാധാനമാവുന്നുണ്ട്. എന്തൊക്കെയായാലും തൻ്റെ മോളെ അവൻ നോക്കുന്നുണ്ടല്ലോ, അരുൺ നല്ലവനായിരുന്നു എന്നൊക്കെ ഇവരും വിചാരിക്കുവാണേ. പക്ഷേ ദിവസങ്ങൾ കടന്നു പോകും തോറും അരുണിൻ്റെ സ്വഭാവങ്ങളൊക്കെ അങ്ങോട്ട് മാറി മാറി വരുവാണേ. പയ്യെ പയ്യെ ദേവുവിനോട് ദേഷ്യപ്പെടാനൊക്കെ തുടങ്ങുന്നുണ്ട്. ഒന്നും രണ്ടും പറഞ്ഞൊക്കെ ദേവുവിനോട് ദേഷ്യപ്പെടുന്നൊക്കെയുണ്ട് അരുൺ. ദേവു അപ്പോഴൊക്കെ അതൊക്കെ സാരമില്ല, കുഴപ്പമില്ല എന്നൊക്കെ ഒരു മൈൻഡായിരുന്നേ. പക്ഷേ ദിവസങ്ങൾ പോകും തോറും അരുൺ ദേവുവിനെ ചീത്ത പറയുന്നത് പതിവാക്കിയിരിക്കുവാണ്. അങ്ങനെ ഒരു ദിവസം അരുണിൻ്റെ അമ്മ മരണപ്പെടുന്നുണ്ട്. അമ്മയുടെ മരണശേഷം അരുണിൻ്റെ മൈൻഡ് തന്നെ മാറിപ്പോവാണ്. കാരണം അമ്മ എന്ന് പറഞ്ഞാൽ അരുണിന് ജീവനായിരുന്നല്ലോ. ആ അമ്മ തൻ്റെ ജീവിതത്തിൽ നിന്നും പോകുമ്പോഴേക്കും അരുണിൻ്റെ നിയന്ത്രണം വിട്ടു പോവാണ്. പിന്നെയുള്ള ദിവസങ്ങളൊക്കെ ദേവുവിന് കഷ്ടകാലങ്ങളാണ്. ഓരോന്നും പറഞ്ഞ് ദേവുവിനെ തല്ലുന്നുണ്ട്. സച്ചിയുടെ പേരും പറഞ്ഞൊക്കെ ഒരുപാട് തല്ലുന്നുണ്ട്. തൻ്റെ ബെൽറ്റൊക്കെ ഉപയോഗിച്ച് ദേവുവിനെ ഒരുപാട് മർദ്ദിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ആ ദേവു ആ സത്യം തിരിച്ചറിയുവാണ്. തൻ്റെ സച്ചിയേട്ടൻ പറഞ്ഞതൊക്കെ ശരിയാണ്. ഒരാളോടുള്ള പക മനസ്സിൻ്റെ ഉള്ളിലിട്ട് വേറൊരാളോട് തീർക്കുന്ന പ്രകൃതമാണ് അരുണിൻ്റേത്. സച്ചിയേട്ടനോടുള്ള ദേഷ്യമൊക്കെ ഈ അരുണേട്ടൻ ഇപ്പോൾ എന്നോടാണ് തീർക്കുന്നതെന്നൊക്കെ വിചാരിച്ച് ദേവു പൊട്ടിക്കരയുന്നൊക്കെയുണ്ട്. പക്ഷേ ഈ വിവരം ആരോടും ദേവു പങ്കുവെക്കുന്നില്ല. കാരണം താനായിട്ട് തിരഞ്ഞെടുത്ത ജീവിതമാണല്ലോ, അത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയുള്ള പൂർണ്ണ ഉത്തരവാദിത്വം തനിക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി ഇതൊന്നും ആരോടും പറയില്ല എന്ന് ദേവു ഉറപ്പിച്ചിരിക്കുവാണ്. നമ്മുടെ ഈ വഴക്കടിക്കുമ്പോഴൊക്കെ നമ്മുടെ ദേവു സച്ചിയെ പറ്റി പൊക്കിയൊക്കെ പറയുന്നുണ്ട് അരുണിനോട്. അത് കേൾക്കുമ്പോഴേക്കും അരുണിന് ഒന്നും കൂടി ഭ്രാന്ത് പിടിക്കും. അരുൺ ദേവുവിനെയും സച്ചിയെയും തമ്മിൽ സംശയിക്കുന്നൊക്കെയുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ സംശയമൊന്നും ഇല്ല അരുണിന്. പക്ഷേ ആ സച്ചിനോടുള്ള ദേഷ്യം അരുണിന് കൂടിക്കൂടി വരുമ്പോഴേക്കും അതൊക്കെ തീർക്കുന്നത് ദേവുവിനോടായിരിക്കും. ദേവു ആണെങ്കിലോ ആകെ തകർന്ന അവസ്ഥയിൽ. കാരണം ദേവുവിൻ്റെ ശരീരത്തിൽ മുഴുവൻ പാടുകളായിരിക്കും. ജോലിക്കൊന്നും വിടാതെ ദേവുവിനെ മുറിയിൽ പൂട്ടിയിടുന്ന അവസ്ഥ വരെ എത്തുവാണ്. അപ്പോൾ ദേവു എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. സച്ചിയേട്ടൻ പറഞ്ഞത് കേട്ട് അരുണേട്ടൻ കേട്ടാൽ മതിയായിരുന്നു, ഈ അരുണേട്ടനെ വിവാഹം കഴിക്കേണ്ടതില്ലായിരുന്നു. സച്ചിയേട്ടൻ എന്തായാൽ പോലും തനിക്ക് നല്ലൊരു ആലോചന, തനിക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്ത് തരില്ലായിരുന്നു. അരുണേട്ടന് വേണ്ട വേണ്ട എന്ന് 100 വട്ടം സച്ചിയേട്ടൻ പറഞ്ഞതാണ്, ഞാൻ കേട്ടില്ല. എൻ്റെ ജീവിതം ഞാൻ തന്നെയാണ് തീരുമാനിച്ചത്, ഇതിങ്ങനെ തന്നെ പോട്ടെ എന്നൊക്കെ മനസ്സിലെല്ലാം വെച്ച് ദേവു പൊട്ടിക്കരയുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.